1000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളും ഏഴിമല രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. അന്നത്തെ ഏഴിമല രാജവംശത്തിന്റെ മൂഷക രാജവംശത്തിന്റെ ഒരു ഭാഗമായിരുന്നു വളപട്ടണം. അപ്പം നമ്മൾ വളപട്ടണത്തോടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളപട്ടണം പണ്ടും വലിയ പട്ടണം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ വലിയ പട്ടണത്തെ ഇന്നത്തെ ഒരു സാഹചര്യം നമുക്ക് നോക്കാം. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ പട്ടണം, വളപട്ടണം. വളപട്ടണത്ത് ഒരുപാട് കപ്പലുകൾ വന്നിരുന്ന സ്ഥലമാണ്. വ്യാപാര ബന്ധങ്ങൾ വിദേശ രാജ്യങ്ങളുമായിട്ട് ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് അറിയാൻ സാധിക്കുന്ന പല ആളുകളും ചരിത്രകാരന്മാരും ഇബൻ ബത്തൂത്ത ഉൾപ്പെടെ ഈ പുഴയിലൂടെ, വളപട്ടണം പുഴയിലൂടെ കേരള തീരത്ത് അല്ലെങ്കിൽ വളപട്ടണത്തെ എത്തിച്ചേർന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വളപട്ടണം പുഴയിൽ വളരെ ശാന്തമായിട്ടും എന്നാൽ വന്യമായ ഭാവത്തോടുകൂടിയാണ് വളപട്ടണം പുഴ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നു. ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുള്ള പുഴയാണിത്. ഒരുപാട് കാലങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള പുഴയാണിത്. ട്രെയിൻ ഈ ഭാഗത്തിൽ കൂടി 40 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എത്ര സമയമായി. അത്രയ്ക്ക് വിശാലമായിട്ടുള്ള വീതിയുള്ള ഒരു പുഴ കടലിനോട് ചേരാൻ വേണ്ടി